ഹൈവേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻസ് ഉണ്ട്. അതേപോലെ കൊണ്ടുവന്നിട്ട് മെഡിക്കൽ സീറ്റ്സ് ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. IITs, IIMs, എയിംസ് ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങളാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് നമുക്ക് നിരവധി സ്കീംസ് താഴെത്തട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ ആവട്ടെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യ സമൃദ്ധി യോജന, ആയുഷ്മാൻ ഭാരത്, അതേപോലെ ജൽജീവൻ മിഷൻ, ആവാസ് യോജന ഇങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന ചില യോജനകളുണ്ട്, സ്കീംസുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കിട്ടുന്നത് നരേന്ദ്രമോദിജി വന്ന ശേഷമാണ്. പക്ഷെ അത് കേരളത്തിൽ കടന്നിട്ട് വരുമ്പോൾ നമുക്ക് ചില സ്കീംസുകൾ നമുക്ക് കിട്ടാനില്ല. ഇപ്പോ എക്സാമ്പിൾ ആയെങ്കിൽ ആയുഷ്മാൻ ഭാരത് ഒരു BPL കാർഡ് ഉണ്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് 5 ലക്ഷത്തോളം സൗജന്യമായിട്ട് കിട്ടുന്ന പൈസയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിഞ്ഞെങ്കിൽ. പക്ഷെ ആ കേരളത്തിൽ വന്ന ശേഷം നമുക്കത് കിട്ടാൻ സാധിക്കുന്നില്ല. അതും ഇപ്പോൾ 70+ ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സൗജന്യമായിട്ട് കിട്ടേണ്ടതാണ് ആശയത്തോടാണ് നരേന്ദ്രമോദിജി ഇംപ്ലിമെന്റ് ചെയ്തത്. ചില എന്തൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്തിൽ ഈ ഭാരതത്തിന്റെ 2 സ്റ്റേറ്റിൽ മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൽ ഒരു സ്റ്റേറ്റ് ആണ് കേരള സ്റ്റേറ്റ്. 40% കേരള സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ്, 60% കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതാണ്. ഈ 40% അമൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇവർ വിടാത്തത്.